നേപ്പാളിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു ആദിവാസി ഗോത്രമാണ് ചപ്പാങ്. ഈ ആദിവാസി ഗോത്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട CST സഭാംഗമാണ് ഫാദർ മൈക്കിൾ ചിറയത്ത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ മൈക്കിൾ CST, പാലാരൂപതയിലെ മണിയങ്കുന്ന് ഇടവകയിലെ ചിറയാത്ത് കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ കുടുംബത്തിൽ 12 പേരായിരുന്നു. 12-ൽ 7-ാമത്തെ ആളാണ് ഞാൻ. 10ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് CST സഭയിലെ മൂക്കന്നൂരുള്ള മൈനർ സെമിനാരിയിൽ ചേർന്നു. അത് 1967-ലാണ്. 69-ൽ എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ നടന്നു. ആലുവയിലെ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലാണ് ഫിലോസഫി പഠിച്ചത്. മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജിയും പഠിച്ചു. 1975 ഡിസംബർ 22-ാം തീയതിയായിരുന്നു എൻ്റെ പൗരോഹിത്യ സ്വീകരണം. അതിനുശേഷം 1976 ജൂലൈ മാസത്തിൽ ഞാൻ മിഷണറി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി ബനാറസ് രൂപതയിൽ വന്നു. ഫാദർ മൈക്കിളിനെ സെമിനറി കാലം മുതൽ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. വളരെ ശാന്തശീലനും വിനയ സ്വഭാവമുള്ള ഒരു സെമിനാരിക്കാരനായിരുന്നു. അദ്ദേഹം പഠനം പൂർത്തിയാക്കി വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം കേരളത്തിൽ കുറേ നാളും ജോലി ചെയ്തു. അതിനുശേഷം തിരുവിഷ്ണുസഭ ഗോരഖ്പൂർ മിഷൻ ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ അതിനുവേണ്ടി മിഷൻ പരിശീലനത്തിനായി കുറേ വൈദികരെ അയച്ചപ്പോൾ അവരിലൊരാളായി അദ്ദേഹം വാരണാസിക്ക് വന്നു. വാരണാസിയിൽ കുറേ മിഷൻ സ്റ്റേഷനിൽ പരിചയം നേടിയ ശേഷം ഗോരഖ്പൂരെ ഒരു മിഷനായി തിരുവിഷ്ണുസഭയെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഗോരഖ്പൂർ വരികയും ഈ മിഷൻ്റെ സുപ്പീരിയറായി അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്തു. ആ സമയം ഞാൻ തിരുവിഷ്ണുസഭയുടെ മിഷൻ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായി നല്ല സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രൂപതയായി ഞാൻ മെത്രാനായി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ എൻ്റെ രൂപതയുടെ വികാർ ജനറലായി നിയമിക്കുകയും അദ്ദേഹം വളരെ വിജയപൂർവ്വം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും എൻ്റെ വരം കൈ നിന്നുകൊണ്ട് രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ ഒരാധ്യാത്മിക നവീകരണത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് പോയ അവസരത്തിൽ ഒരു 4-5 മാസത്തേക്ക് അദ്ദേഹത്തെ റോം ഈ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. അദ്ദേഹം അത് വിജയപൂർവ്വം അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിക്കുകയും രൂപതയുടെ വളർച്ച തുടർന്നുകൊണ്ട് പോകുന്നതിന് അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മംഗളം ആശംസിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ആയിരത്തി 1976 ഡിസംബറിൽ പട്ടം കിട്ടിയതിന് ശേഷം കേരളത്തിൽ ഞാൻ കാര്യമായ അജപാലന പ്രവൃത്തികളൊന്നും ചെയ്തില്ല. മിഷനിൽ പോകണമെന്നുള്ള ആഗ്രഹം നേരത്തെ തുടങ്ങി ഉണ്ടായിരുന്നത് കൊണ്ട് മിഷനിലേക്ക് ഞാൻ ഓപ്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് എന്നെ ഗോരഖ്പൂരിലേക്ക് അയക്കുകയും ചെയ്തു. ഗോരഖ്പൂർ ഏരിയ CSTക്കാർ ഏറ്റെടുത്ത് മിഷൻ പ്രവർത്തനം തുടങ്ങാനുള്ള ആരംഭ നടപടികൾ അക്കാലത്ത് നടന്നു വരികയായിരുന്നു. അക്കാലത്ത് ഗോരഖ്പൂർ ബനാറസ് രൂപതയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എന്നെ ബനാറസിൽ രൂപതയുടെ ഏരിയയിലുള്ള ജമ്മുവ എന്ന് പറയുന്ന സ്ഥലത്ത്, ബലിയ ഡിസ്ട്രിക്റ്റിലെ ജമ്മുവ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ
നിയമിച്ചു. അവിടെ 4 കൊല്ലം ഞാൻ ജോലി ചെയ്തു. വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനങ്ങൾ എൻ്റെ വൈദിക ജീവിത കാലഘട്ടത്തിൽ നടത്തിയതും ആ 4 കൊല്ലമായിരുന്നു. കാരണം ജമ്മുവായിലൊരു എക്സിസ്റ്റിംഗ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് കൂടുതൽ ആൾക്കാർ ചേരുന്നുമുണ്ടായിരുന്ന കാലത്ത്. ആഴ്ചയിൽ 5 ദിവസം വില്ലേജിൽ പോകുമായിരുന്നു. വില്ലേജിൽ പോയി ആളുകളെ ക്രിസ്തു മതത്തെക്കുറിച്ച് സംസാരിക്കുകയും യേശുവിൻ്റെ സന്ദേശങ്ങൾ അറിയിക്കുകയും സുവിശേഷത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ സാധിച്ചു. അവർ അത് ഉൾക്കൊള്ളാൻ വളരെ സന്നദ്ധരുമായിരുന്നു. കാരണം അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു കാത്തലിക് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് വീണ്ടും ആൾക്കാർ ചേരാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. ഞാൻ ഒരു ആഴ്ചയിൽ 5 ദിവസം വില്ലേജിൽ പോകുമായിരുന്നു. വളരെ അകലെയുള്ള 25 കിലോമീറ്റർ വരെ ദൂരമുള്ള വില്ലേജുകളിൽ അക്കാലത്ത് വണ്ടികളൊന്നും ഇല്ലായിരുന്നു. സൈക്കിൾ ചവിട്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ക്രിസ്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റികളുള്ള സ്ഥലങ്ങളിൽ കുർബാന ചൊല്ലി രാത്രിയിൽ അവിടെ കിടന്ന് പിറ്റേ ദിവസം എണീറ്റ് പോരുന്ന ഒരു രീതിയായിരുന്നു. മൈക്കിളച്ചൻ എന്നെ സംബന്ധിച്ച് 1986 ഞാനൊരു സെമിനാരി വിദ്യാർത്ഥിയായിട്ട് ഈ സെൻറ്റ് ജോസഫ് ക്യാമ്പസിൽ, ഗോരഖ്പൂർ കത്തീഡ്രലിലെ സെൻറ്റ് ജോസഫ് ക്യാമ്പസിൽ വരുമ്പോൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തിത്വമാണ്. അന്ന് അച്ഛൻ ഈ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയച്ഛനാണ്. ഞാനൊരു ഫസ്റ്റ് ഇയർ മൈനർ സെമിനാരിക്കാരനായിട്ട് ഈ ക്യാമ്പസിൽ വന്ന കാലഘട്ടത്തിൽ അച്ഛൻ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങളെ സെമിനാരിക്കാരെ കാണുകയും ചേർത്ത് പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് മൈക്കിൾ അച്ഛനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛൻ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ഇയർ മൈനർ സെമിനാരി കാലഘട്ടത്തിൽ ജനറൽ നോളജ് ക്ലാസ് എടുക്കുവാനായിട്ട് വരുമായിരുന്നു. അച്ഛൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. കാരണം പൊതുവിജ്ഞാനം എനിക്ക് ആ കാലഘട്ടത്തിൽ വളരെയധികം താല്പര്യമുള്ള വിഷയമായിരുന്നു. അച്ഛൻ സഭയെക്കുറിച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചുമൊക്കെ ജനറൽ നോളജ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. കൂടുതൽ മാർക്ക് മേടിക്കുവാനായിട്ട് എനിക്കതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ബന്ധം മൈക്കിൾ അച്ഛനുമായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. പിന്നീട് 1987-88 കാലഘട്ടത്തിലും അച്ഛനോടൊപ്പം ഇവിടെ ഈ ക്യാമ്പസിൽ അച്ഛൻ വികാരിയായിട്ടും ഞാനൊരു വിദ്യാർത്ഥിയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ഹൃദ്യമായ ഒരു അനുഭവം, ഒരു വിദ്യാർത്ഥിയോടുള്ള ഒരു സെമിനാരിക്കാരനോടുള്ള ഒരു താല്പര്യവും കരുതലുമൊക്കെ മൈക്കിൾ അച്ഛൻ ആ കാലഘട്ടത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് മൈക്കിൾ അച്ഛനെ ഞാൻ സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ, പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തന മേഖലകളിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനായിട്ടാണ് എനിക്ക് സാധിച്ചത്. വ്യക്തിപരമായിട്ട് അധികം അടുത്ത ബന്ധം പിന്നീടുള്ള എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും നേപ്പാളിൽ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം കേൾക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും ഒക്കെ താല്പര്യം എടുക്കുകയും ചെയ്ത അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആലുവ സെമിനാരിയിൽ മേജർ സെമിനാരി റെക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൽ മൈക്കിൾ അച്ഛൻ്റെ ചപ്പാങ് മിഷനിലേക്ക് എൻ്റെ സെമിനാരി വിദ്യാർത്ഥികളെ 1 മാസത്തേക്ക് അവിടെ അയക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറായി. ഒരു കോണ്ടക്ച്വൽ ഫിലോസഫിക്കൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ കാലഘട്ടത്തിൽ മൈക്കിൾ അച്ഛനുമായിട്ട് പേഴ്സണലായിട്ട് അവിടുത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായിട്ട് ഇടയായി. അതോടൊപ്പം തന്നെ അവിടെ പോയി തിരിച്ചു വന്ന വൈദികരും സെമിനാരി സ്റ്റാഫും സെമിനാരി വിദ്യാർത്ഥികളും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം താല്പര്യത്തോടുകൂടെ, വളരെയധികം അത്ഭുതത്തോടുകൂടെ, ബഹുമാനത്തോടുകൂടെ സംസാരിക്കുകയും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മൈക്കിൾ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവുമൊക്കെ ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാനിവിടെ പിതാവായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ മൈക്കിൾ അച്ഛൻ്റെ സ്ഥലത്ത് പോവുകയും അച്ഛനെ നേരിട്ടിൽ കാണുകയും
വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന അച്ഛൻ്റെ സംരംഭത്തെ ചപ്പാങ് മിഷനിലുള്ള ചപ്പാങ്ങിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ പ്രവർത്തനത്തെയൊക്കെ നേരിട്ട് കാണുവാനും ആ കുട്ടികളുമായിട്ട് സംവദിക്കുവാനൊക്കെ ആയിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അത് വളരെ ഒരു ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. തീഷ്ണതയേറിയ ഒരു മിഷണറി തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സാമൂഹിക പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകുന്ന ഒരു നല്ല മിഷണറി, അതാണ് മൈക്കിൾ അച്ഛനിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ഉന്നത ദർശനമുള്ള, ഉന്നത സുവിശേഷ മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് മൈക്കിൾ അച്ഛനെ ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛന് ആയിരിക്കുന്ന മേഖലയിൽ അതിൻ്റെ പരിമിതികളോടും കുറവുകളോടും അതിൻ്റെ സാധ്യതകളോടും ഒപ്പം നീങ്ങുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആയിരത്തി 1980 ഞാൻ ബനാറസിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് വന്നു. ഗോരഖ്പൂരിൽ എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നൗത്താൻവ എന്ന് പറയുന്ന നേപ്പാൾ ബോർഡറിനടുത്തുള്ള ഒരു മിഷനിലായിരുന്നു. അവിടെ 2 കൊല്ലം താമസിച്ചു. ഒരു ചെറിയ കാത്തലിക് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ പാസ്റ്ററൽ വർക്ക് അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവർക്കെല്ലാവർക്കും തന്നെ 7 വീട്ടുകാരുണ്ടായിരുന്നു. 7 വീട്ടുകാരുടെ വീട് തീരെ മോശമായിരുന്നു. അവർക്കെല്ലാവരും ഒരുവിധം നല്ല വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചു. കാഠ്മണ്ഡുവിൽ അന്നുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പ്രീസ്റ്റ് ആഡം ഗുഡാലഫെസ്കി എന്ന അച്ഛൻ്റെ സഹായത്തോടെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചു. 2 കൊല്ലത്തിന് ശേഷം ഈ ഗോരഖ്പൂരിൽ CSTക്കാരുടെ മിഷൻ സുപ്പീരിയറായിട്ട് എന്നെ നിയമിച്ചു. അങ്ങനെ 3 കൊല്ലം ഞാൻ മിഷൻ സുപ്പീരിയറായിട്ട് അവിടെ ജോലി ചെയ്തു. ആയിരത്തി 1966 ചെറുപുഷ്പ സഭയിൽ ചേർന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ വൈദിക പരിശീലനത്തിന് ശേഷം 1975 ഒരു വൈദികനാവുകയും 1976 മിഷണറി തീഷ്ണത കൊണ്ട് ഗോരഖ്പൂറുള്ള ഞങ്ങളുടെ ഗോരഖ്പൂർ മിഷനിലേക്ക് മിഷണറി ജോലിക്കായി പോവുകയും ചെയ്തു. അച്ഛൻ ഇവിടെ പല മിഷൻ സ്റ്റേഷനിലും ജോലി ചെയ്യുകയും പിന്നീട് ഈ മിഷൻ സുപ്പീരിയറായി 2 പ്രാവശ്യം അച്ഛനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1984 ഗോരഖ്പൂർ ഡയസിസ് ആയതിനു ശേഷം മൈക്കിൾ അച്ഛൻ ഈ രൂപതയുടെ വികാരി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2003 അച്ഛൻ നേപ്പാൾ മിഷനിലേക്ക് പോവുകയും നേപ്പാളിലുള്ള ഞങ്ങളുടെ മിഷനിൽ വർക്ക് ചെയ്യുകയുണ്ടായി. അച്ഛൻ അന്ന് അവിടെ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമായിരുന്നു ആദിവാസി മേഖലകളിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം. ട്രൈബൽ ഗ്രൂപ്പ്, അതായത് ആദിവാസിയിലെ ഒരു പ്രത്യേക ട്രൈബൽ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സേവനങ്ങളും നൽകിക്കൊണ്ട് അവരെ പഠിപ്പിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരുടെ ആ ട്രൈബിനെ, ആ ആദിവാസി ഗ്രൂപ്പിനെ ഉദ്ധാരണത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ഇപ്പോൾ ഏകദേശം 300 കുട്ടികൾ ഉള്ള ഒരു സ്കൂൾ അച്ഛൻ സ്ഥാപിക്കുകയും ഈ ആദിവാസി മേഖലകളിൽ നിന്ന് കുട്ടികളെ പ്രത്യേകമായ മേഖലകളിൽ നിന്ന് ചപ്പാങ് എന്ന് അറിയപ്പെടുന്ന മേഖലകളിൽ നിന്ന് അച്ഛൻ കുട്ടികളെ തൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസവും അതിനുശേഷം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നൽകി അവരെ വിവിധ മേഖലകളിലേക്ക് അയക്കുകയാണ്. ഈ മേഖലകളിൽ ഉള്ള എല്ലാം പ്രൈവറ്റും പബ്ലിക്കുമായ സെക്ടറുകളിൽ ഉള്ള ജോലികളെല്ലാം ചെയ്യുന്നത് ഈ കുട്ടികളാണ്. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ തൻ്റെ പ്രവർത്തനത്തിലൂടെ ഒത്തിരിയേറെ അച്ഛനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ഈ പ്രവർത്തനം വളരെ ഫലസമൃദ്ധമായി തീരട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ അച്ഛൻ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അച്ഛന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുകയാണ്. ആയിരത്തി 1984 ഗോരഖ്പൂർ ഒരു രൂപതയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ബിഷപ്പ് ഡൊമിനിക് കോക്കാട്ടായിരുന്നു ആദ്യത്തെ ബിഷപ്പ്. ആ ബിഷപ്പ് ഡൊമിനിക് തന്നെയായിരുന്നു എന്നെ CST സഭയിലേക്ക് റിക്രൂട്ട് ചെയ്തയാളും. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ബിഷപ്സ് ഹൗസിലായിരുന്നു. എന്നെ കത്തീഡ്രൽ പാരിഷ് പ്രീസ്റ്റായിട്ട് നിയമിച്ചു. കത്തീഡ്രലിൽ ഞാൻ 3-4 കൊല്ലം ജോലി ചെയ്തു. തന്നെയല്ല, തിരുവതിയുടെ ആദ്യത്തെ അവസ്ഥയായിരുന്നത് കൊണ്ട് ധാരാളം അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ബസ്തി ജില്ലയിലുള്ള ദുംറിയാഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു പുതിയ മിഷനായിരുന്നു. അവിടെ സ്കൂള് വേറെ ഫാദർ സെബാസ്റ്റ്യൻ തൊണ്ടത്തിലും ഫാദർ ഫ്രാൻസിസ് തേക്കുംകാട്ടിലും തുടങ്ങി. എന്നാലും ആരംഭ ദിശയിൽ മാത്രമായിരുന്നു അത്. ഞാൻ ആ കെട്ടിടം പണി, അവിടുത്തെ കെട്ടിടങ്ങളുടെ പണിയെല്ലാം ഞാൻ വന്നപ്പോഴേക്കും തീർന്നിരുന്നു. ഞാൻ അവിടുത്തെ സ്കൂളിൻ്റെ പണിയും പ്രത്യേകിച്ച് സോഷ്യൽ വർക്ക് ഒരുവിധം കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിച്ച ഒരു സ്ഥലമായിരുന്നു ദുംറിയാഗഞ്ച്. അപ്പോഴേ ഗോരഖ്പൂർ രൂപത ഇങ്ങനെ വികസിച്ച് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ വർക്കിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നു. അത് ദേവറിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആദ്യം തുടങ്ങിയത്. ദേവറിയയിൽ നിന്ന് പല മിഷനിലേക്കും അത് ആ പുതിയ സിസ്റ്റത്തിലുള്ള സോഷ്യൽ വർക്ക്, പ്രത്യേകിച്ച് എംപവർമെൻറ്റും ആനിമേഷനും സോഷ്യൽ ആക്ഷനും എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള സോഷ്യൽ വർക്ക് ആരംഭിക്കുകയും ആ ഒരു രീതിയിലുള്ള സോഷ്യൽ വർക്ക് ഞാൻ ദുംറിയാഗഞ്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അഡൽട്ട് ലിറ്ററസിയും പീപ്പിൾസ് ആനിമേഷനും അത് ഒരുവിധം വിജയപ്രദമായിരുന്നു. ആറു വർഷം ദുംറിയാഗഞ്ചിൽ ജോലി ചെയ്തതിന് ശേഷം എന്നെ ദേവറിയയിലേക്ക് ട്രാൻസ്ഫറാക്കി. ദേവറിയ പലതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. സോഷ്യൽ വർക്കിൻ്റെ പുതിയ സിസ്റ്റത്തിലുള്ള വർക്ക് ആരംഭിക്കുകയും വളരെ കാര്യക്ഷമമായിട്ട് നടത്തുകയും ചെയ്ത ഒരു സ്ഥലമായിരുന്നത്. ഫാദർ ജോസ് മേലോട്ട് കൊച്ചിയുടെയും പിന്നീട് ഫാദർ ലോന കല്ലേലിയുടെയും പരിശ്രമത്തിൻ്റെ ഫലത്താൽ വളരെ വിജയപ്രദമായിട്ട് നടന്ന ഒരു സ്ഥലമായിരുന്നു. ആ ജോലികൾ തുടരാൻ വേണ്ടി അവിടുത്തെ മറ്റ് കാര്യങ്ങളും പാസ്റ്ററലും സ്കൂളുകളുടെ കാര്യവും നോക്കാനും വേണ്ടി എന്നെ അങ്ങോട്ട് നിയമിച്ചു. 11 വർഷം ഞാൻ അവിടെയായിരുന്നു. അതിനിടയ്ക്ക് എന്നെ രൂപതയുടെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും ആയി നിയമിച്ചു. സ്കൂളുകൾ ആരംഭിച്ച് വരികയും എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയും ചെയ്ത ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മുമ്പോട്ട് സ്കൂളുകളെ കൊണ്ടുവരാനും കുറേ പരിശ്രമങ്ങൾ നടത്തി അത് വിജയിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗോരഖ്പൂരിൽ നിന്നും തൻ്റെ പ്രവർത്തനത്തെ നേപ്പാൾ രാജ്യത്തെ ഏറ്റവും താഴെക്കിടയിലുള്ള ആദിവാസി ഗോത്രമായ ചപ്പാങ്ങിലേക്ക് കൂടി അച്ഛൻ വ്യാപിപ്പിച്ചു. പതിനൊന്ന് കൊല്ലം ഞാൻ ദേവറിയയിൽ ജോലി ചെയ്തു. അക്കാലത്താണ് നേപ്പാളിൽ നിന്ന് ഒരു കിഷോർ ചന്ദ്ര ഡുങ്കാന എന്ന് പറയുന്ന വ്യക്തി നാരായൺഘട്ടിലുള്ള CSTക്കാരെ സമീപിച്ചത്. അദ്ദേഹം നടത്തുന്ന ചപ്പാങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സ്കൂളിനെ സഹായിക്കാൻ ഉള്ള അഭ്യർത്ഥനയുമായിട്ട്. അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നു. ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഭൂമി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഈ ചപ്പാങ് ആദിവാസി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷേ മാവോയിസ്റ്റുകളുടെ
ഇൻസർജൻസിയുടെ കാലത്ത് ഭൂമി വിൽക്കാനോ പൈസ കിട്ടാനോ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂള് നടത്താൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. സർക്കാരിനോട് അപേക്ഷിച്ചെങ്കിലും സർക്കാർ സഹായമൊന്നും നൽകിയില്ല. അതുകൊണ്ട് ഈ നേപ്പാൾ വികാരിയേറ്റിലെ ബിഷപ്പിനോട് ചോദിക്കുകയും ആ ബിഷപ്പ് സിയിസ്റ്റിക്കാരുടെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്തു. ഗോർപൂരിൽ നിന്ന് 2-3 അച്ഛന്മാർ ഇദ്ദേഹം നടത്തുന്ന സ്ഥാപനം നോക്കാനായിട്ട് വരികയും വളരെ ഇമ്പ്രസീവായിട്ട് അനുഭവപ്പെടുകയും ഇദ്ദേഹത്തെ സഹായിക്കാമെന്നുള്ള തീരുമാനത്തോടുകൂടി തിരിച്ചു പോവുകയും ചെയ്തു. ഗോർപൂരിലെ സിയിസ്റ്റിക്കാരുടെ ചാപ്റ്ററിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചാപ്റ്റർ നടത്തി വന്നിരുന്ന കാലമായിരുന്നത്. ആ ചാപ്റ്ററിൽ ഇദ്ദേഹത്തെ കുറച്ച് പൈസ നൽകിയും ഒരു അച്ഛനെ നൽകിയും സഹായിക്കാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വോളണ്ടിയർ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേപ്പാളിലെത്തിയത്. നേപ്പാളിലെത്തി ഈ കിഷോർ ചന്ദ്ര ഡുംഗാന നടത്തുന്ന സ്കൂളിൽ ഏകദേശം 1.5 കൊല്ലം ജോലി ചെയ്തു. ഞാൻ അദ്ദേഹത്തോടൊപ്പം വന്നതിന് 6 മാസത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. ആ സ്കൂള് നമുക്ക് തരേണ്ടതായിരുന്നെങ്കിലും അന്നത്തെ കമ്മിറ്റിക്കാർ നമുക്ക് തരാൻ വിസമ്മതിച്ചു. കാരണം നമ്മൾ ആദിവാസി പിള്ളേരെ ക്രിസ്ത്യാനികളാക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു അഭിയോഗമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം തുടരാൻ സാധിച്ചില്ല. ഈ കിഷോർ ചന്ദ്ര ഡുംഗാനയുടെ ഒരു ഫസ്റ്റ് കസിനാണ് സ്കൂള് പിന്നീട് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ സഹായം കുറച്ച് കാലം കൂടി ചോദിക്കുകയും ഞാൻ ഒരു കൊല്ലം കൂടി അവിടെ തുടരുകയും ചെയ്തു. അതിനിടയ്ക്ക് ഈ ചെപ്പാങ്ങിന് വേണ്ടി തന്നെ സ്കൂൾ തുടങ്ങാനുള്ള പരിശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 2005 അവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇന്നുവരെ ഞാൻ ആ സ്കൂളും ആ പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. ഇപ്പോൾ 12 ബാച്ചുകളിലായി വിദ്യാർത്ഥികൾ ഇവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി പോയിട്ടുണ്ട്. അവരിൽ ഒരു 60% പേരും ഗ്രാജുവേഷനും പൂർത്തിയാക്കി. ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ആൾക്കാർക്കെല്ലാം ജോലിയുമുണ്ട്. ജോലിയില്ലാതെ ആരും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെപ്പാങ്ങുകൾ വളരെ ദുർഘടമായ റിമോട്ട് ഏരിയകളിലാണ് ബസ്തികൾ. അവിടെയൊന്നും പോയി ജോലി ചെയ്യാൻ മറ്റ് ആൾക്കാർക്ക് താല്പര്യവുമില്ല, അവർക്ക് എളുപ്പവുമല്ല. യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത വളരെ വലിയ കുന്നുകൾ കയറി മലകൾ കയറി ചെന്ന് സ്കൂളുകളോ മറ്റെന്തെങ്കിലും NGOസിൻ്റെ പ്രവർത്തനങ്ങളോ ഉള്ള സ്ഥലങ്ങളായിരിക്കാം. അവിടെയൊന്നും ജോലി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ താമസിക്കുന്ന ജപ്പാങ്ങുകൾ അതിന് യോഗ്യരാണെങ്കിൽ, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ പഠിച്ചുപോയ വിദ്യാർത്ഥികളെല്ലാം തന്നെ ജോലിക്കാരായിട്ടുമുണ്ട്. സ്കൂളുകളിലായിട്ടും മുനിസിപ്പാലിറ്റികളിലായിട്ടും പോലീസിലായിട്ടും NGOസിൻ്റെ കൂടെ ജോലി ചെയ്തും അങ്ങനെ എല്ലാവരും തന്നെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ട് കഴിയുന്നു. അവർ ഈ സ്കൂളില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധിക്കുകയില്ലായിരുന്നു. കാരണം ഹൈസ്കൂൾ ഉള്ള ചെപ്പാങ് ബസ്തികൾ തീരെ കുറവാണ്. 2-3 സ്ഥലത്ത് മാത്രമേ ഹൈസ്കൂളുകളുള്ളൂ. പക്ഷേ ആ ഏരിയയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതുകൊണ്ട് ഉപകാരപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഹൈസ്കൂൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിച്ച് പാസ്സായത് കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാനും ജോലിയെടുക്കാനും സാധിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. ഞാൻ ഗോർപൂരിൽ നിന്ന് നേപ്പാളിലേക്ക് വരാൻ താല്പര്യമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേപ്പാളിൻ്റെ അവികസിത സാഹചര്യങ്ങളായിരുന്നു.
പിന്നെ പ്രത്യേകിച്ച് ചെപ്പാങ്ങിൻ്റെ മാർജിനലൈസ്ഡ് സ്വഭാവവും, ഇത് 2 കാരണങ്ങളും കൊണ്ട് ഗോരഖ്പൂരിൽ നിന്ന് മാറി നേപ്പാളിൽ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അതനുസരിച്ച് എൻ്റെ അധികാരികൾ എന്നെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. നേപ്പാൾ ഇന്നും ഒരു അവികസിത രാജ്യമാണ്. ഏഷ്യൻ കൺട്രീസിൽ 2ാമത്തെ ഏറ്റവും അവികസിത രാജ്യമാണ് നേപ്പാൾ. ഇവിടെ കത്തോലിക്കരുടെ എണ്ണം ഏകദേശം 7400 അടുത്തേ ഉള്ളൂ. കേരളത്തിൻ്റെ 3 ഇരട്ടി വലുപ്പമുണ്ടെങ്കിലും കത്തോലിക്കരുടെ ജനസംഖ്യ 3 കോടിയോളം ഉണ്ട്. കത്തോലിക്കരുടെ എണ്ണമായിട്ട് തീരെ കുറവും. ധാരാളം ജോലി സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ മതപരമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടും ഏത് മേഖലയിലും ധാരാളം പ്രവർത്തിക്കാനുള്ള സ്കോപ്പും ആവശ്യവുമുള്ള ഒരു സ്ഥലമാണ് നേപ്പാൾ. നേപ്പാളിലെ ആൾക്കാർ പൊതുവെ വളരെ ശാന്തരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളോട് വളരെ സഹകരിക്കുന്നവരാണ്. അത് കൂടുതൽ ആൾക്കാർ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ നന്മ ചെയ്യാനും സാധിക്കും. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി ഉപകരിക്കുകയും ചെയ്യും. ഏതൊരു മിഷണറിക്കും കുടുംബത്തിൻ്റെ പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മൈക്കിളച്ചന് താങ്ങും തണലുമാകാനും ചെറിയത്തു കുടുംബം എന്നും ഒപ്പമുണ്ടായിരുന്നു. 1975 ഡിസംബർ 28-ാം തീയതിയാണ് അപ്പച്ചൻ കുരുപ്പട്ടം സ്വീകരിക്കുന്നത്. അന്ന് പാലാ മെത്രാനായിരുന്ന പള്ളിക്കാപ്പറമ്പിൽ തിരുവേനിയിൽ നിന്നാണ് കുരുപ്പട്ടം സ്വീകരിക്കുന്നത്. അന്നത്തെ ദിവസമൊക്കെ ഇപ്പോഴും ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. കാരണം അന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷപ്രദവും ഒരു പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ ആയിരുന്നു. മണിങ്ങുന്ന പള്ളിയിലെ വളരെ കാലം കൂടി നടന്ന ഒരു പുത്തൻകുർബാനയായിരുന്നു പുള്ളിയുടേത്. അതുപോലെ തന്നെ അതുകൊണ്ട് 1971 ഇനിയിപ്പം പുള്ളി 50ാമത് ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പച്ചന് ഞങ്ങളുടെ ചെറിയാത്തുകാരുടെ എല്ലാവരുടെയും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കും. വീണ്ടും ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഇങ്ങനെ ജനസേവനവും ധാരാളം പേർക്ക് ഗുണപ്രദമായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പൗരോഹിത്യ അഭിഷേകം 1975 ഡിസംബർ 22-നായിരുന്നു. ദൈവകൃപയാൽ 50 വർഷം തികയാൻ പോകുന്ന വർഷമാണിത്. ദൈവം ഈ 50 വർഷങ്ങളിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ധാരാളം ആൾക്കാർക്ക് ദൈവകൃപ, ദൈവാനുഗ്രഹം ഞാൻ വഴി ലഭിക്കുന്നതിന് ദൈവം സാധിപ്പിച്ചതിന് എനിക്കെന്നും നന്ദിയുണ്ട്. ഇതിൽ കൂടുതൽ ചെയ്യാൻ സാധിച്ചേക്കുമായിരുന്നുവെന്നും ചിലപ്പോൾ തോന്നുന്നുണ്ട്. എന്നാലും ഇത്രയെങ്കിലും ചെയ്യാനുള്ള അവസരം തന്നതിനും ശക്തി തന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നു. CST സഭ അച്ഛനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ 100% വിശ്വസ്തത പുലർത്താൻ അച്ഛന് സാധിച്ചത് മിഷൻ മേഖലയിലേക്ക് തന്നെ വിളിച്ച ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയാണ്. പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ദൈവത്തെ കൂട്ടുചേർക്കുമ്പോൾ മൈക്കിൾ അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം ഇടയൻ കാത്തുവെച്ച മധുരമുണ്ണാൻ അച്ഛനിടവരുന്നു.